കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവമായ സുസ്വാഗതം. ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ദശാകാലങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്, അതിൻ്റെ മൃഗം ഏതാണ്, ദേവത ഏതാണ്, ജീവിതത്തിൽ വരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഭരണി നക്ഷത്രത്തിൻ്റെ മാത്രമേ ഉള്ളൂ, മറ്റു നക്ഷത്രങ്ങളുടെ ഒന്നും ഇല്ലേ, ഞങ്ങളെ ഒന്നും സാറിന് വേണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണം, അതുകൊണ്ടല്ല ഇതൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് ഞാൻ എന്തിനു വിചാരിച്ചു എന്നാൽ ഇതൊക്കെ ചെയ്തേക്കാം. അശ്വതി മുതൽ 27 നാളുകാരുടെ പൊതു സ്വഭാവങ്ങളും നല്ല കാലം വരുമോ, നിങ്ങൾക്ക് നല്ല കാലം ഉണ്ടാവുമോ, അശ്വതി നക്ഷത്രക്കാർക്ക് തൊട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം എന്നുള്ളൊരു അവസ്ഥാന്തരത്തിലാണ്. അപ്പോൾ സത്യത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല കാലം വരുമോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അശ്വതി നക്ഷത്രത്തിന് നല്ല കാലം വരും, സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാവരും പറയും എൻ്റെ നക്ഷത്രം കൊള്ളില്ല, ഞാൻ രേവതിയാണ്, ഞാൻ ഭരണിയാണ്, ഞാൻ കാർത്തികയാണ്, തിരുവോണമാണ്, രോഹിണിയാണ്, ഒട്ടും കൊള്ള ഇങ്ങനൊരു നക്ഷത്രത്തിൽ ജനിക്കണ്ട എന്നൊക്കെ പറയുന്ന എത്രയോ മഹാന്മാരും മഹതികളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 27 നക്ഷത്രമല്ലേ ഉള്ളൂ, കോടാനുകോടി ജനങ്ങളുണ്ട് ഇല്ലേ. അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ലോകത്തിൽ ഒരു 1-2 കോടി ജനങ്ങൾക്കുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എല്ലാവർക്കും ഒരുപോലല്ല ഫലം അല്ലേ, അത് ഗ്രഹനിലപ്രകാരം ജാതകപ്രകാരം. അപ്പൊ അശ്വതി നക്ഷത്രക്കാർക്ക് നല്ലത് വരുമോ ഇല്ലയോ നമുക്ക് നോക്കണ്ടേ. അശ്വതി നക്ഷത്രക്കാർക്ക് നന്മയുണ്ടാവും, അതിൻ്റെ ആയിട്ടുള്ള ടൈം ആദ്യമേ ഞാൻ പറയാണ്. ഗ്രഹനില വെച്ചിട്ടോ അല്ലെങ്കിൽ കവടി വെച്ചോ ഒരു ഉത്തമനായ ജ്യോത്സ്യനെ കണ്ട് പരിശോധിച്ച് വേണം നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള, ഇത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയാം. അശ്വതി നക്ഷത്രം പൊതുവായിട്ട് ജനിച്ചാൽ നല്ല ബുദ്ധിശക്തിയുള്ള ആൾക്കാരാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് ഒരു ക്രൂരമായിട്ടുള്ള ബുദ്ധി, അവർ വളരെയധികം ആലോചിച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥയുള്ള നക്ഷത്രമാണ്. അതുപോലെ ധൈര്യം കാണിക്കുന്ന ഒരു നക്ഷത്രമാണ്, കുശലത കാണിക്കുന്ന നക്ഷത്രമാണ്, ഓർമ്മശക്തിയുള്ള നക്ഷത്രമാണ്. എന്നാൽ ചിലത് മറന്നു പോവുകയും ചെയ്യും, ചില കാര്യങ്ങൾ മറക്കുകയും ചില കാര്യങ്ങൾ ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥാന്തരമുള്ള നക്ഷത്രമാണ്. മദ്യപാനാസക്തി കൂടുതലുള്ള ഒരു നക്ഷത്രമാണ്. സേവന സന്നദ്ധ, മറ്റുള്ളവരെ സേവിക്കാനും കാര്യങ്ങളും ഒക്കെ ഈശ്വര ചിന്താഗതിക്കൊക്കെ നന്മയുണ്ടാകാനും ഒക്കെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ്. എന്നാൽ ഇടയ്ക്ക് വലിയായിട്ടുള്ള മുൻകോപങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാരെ തന്നെ വെറുപ്പിച്ച് കളയുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരൻ. കുടുംബത്തിലുള്ളവരെ അച്ഛനെ ആണെങ്കിലും അമ്മയാണെങ്കിലും മക്കളെ ആണെങ്കിലും ഒക്കെ വെറുപ്പിക്കുന്നതായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരവസ്ഥയുള്ള നക്ഷത്രമാണ്. പിന്നെ നിശ്ചയദാർഢ്യം കൂടുതലാണ്. ചില അശ്വതി നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ അവരെന്ത് കാര്യം നിശ്ചയിച്ചോ വാശി കൂടുതലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥാന്തരവും കാണുന്നുണ്ട്. അശ്വതി നക്ഷത്രക്കാരിൽ ജനിച്ച ആൾക്കാർക്ക് ഔഷധ സേവ വളരെ കുറവായിരിക്കും. നമ്മൾ അറിയാമല്ലോ, അശ്വതി മകം മൂലം അവരുടെ കേതുർദശയിലെ ജന്മമാണ് അശ്വതി നക്ഷത്രത്തിന്റെ. അപ്പൊ ഒരു 3-4 വയസ്സ് വരെ, അത് ജാതകം ഗണിക്കുമ്പോൾ അറിയാം നമുക്ക്, 3-4 വയസ്സ് വരെ നമുക്ക് ഗണ്യമായിട്ടുള്ള തോതിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും അവരെ പ്രസവിച്ച അമ്മയ്ക്കും പിന്നെ അവരുടെ പിതാവിനും ഒക്കെ വളരെയധികം ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുള്ളൊരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് വേണം പറയാൻ. ഇതിന് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ, ഇത് പ്രതികൂലം എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളുമായിട്ട് കൂടുതൽ വ്യാപാര വ്യവസായ അല്ലെങ്കിൽ ബന്ധങ്ങൾ സ്നേഹങ്ങൾ ഇഷ്ടങ്ങളൊന്നും നടത്താൻ പാടില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിനാണ് കാർത്തിക മകയിരം പുണർന്നം വിശാഖം 4-ാം പാദം, വിശാഖത്തിന്റെ 4-ാം പാദവും അനുഴവും തൃക്കേട്ടയും ഇത്രയും നക്ഷത്രക്കാരുമായിട്ട് കൂടുതൽ കൂട്ടുകെട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ സൂര്യൻ ആദിത്യശയിലെ കാർത്തിക ഉത്രാടം ആദിത്യശയിലെ ജന്മമാണ്. അശ്വതി മകം മൂലം കേതുദശയിലെ ജന്മമാണ്. അങ്ങനെ ഓരോ 3 നക്ഷത്രങ്ങൾ വെച്ചിട്ട് ഇതിനകത്ത് തരം തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആദിത്യനാറ് അതിനൊരു പ്രമാണം കൊണ്ടുണ്ട്, സാമാന്യ പച്ച മലയാളത്തിൽ, പിന്നെ സംസ്കൃതത്തിലുള്ള പ്രമാണം വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അശ്വതി നക്ഷത്രത്തിന് കേതുർദശ തുടങ്ങി
അത് കഴിഞ്ഞ് കേതു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശ്വമാമൂലം കേതുവിന് 7, പിന്നെ 23 സാമാന്യന ശുക്രദശ, പിന്നെ ആദിത്യദശ, പിന്നെ ചന്ദ്രദശ, ഇങ്ങനെയൊക്കെ വരുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ്. പക്ഷെ 23.5 വയസ്സ് വരെ സാമാന്യമാണ്. ഗ്രഹനില ഗണിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഇത്ര വയസ്സ്, ഇത്ര മാസം, ഇത്ര ദിവസം വരെ ആയിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്ന ഫല സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ ഇവർക്ക് 23.5 വയസ്സ് വരെ ശുക്രനാണ്. അപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുക, നമുക്ക് കൊച്ചിലെ ശുക്രൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു 15 വയസ്സ് 20 വയസ്സുള്ളപ്പോൾ ശുക്രൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? ആ സമയം നമ്മൾ പഠിത്തം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ അവർക്ക് നന്മയുണ്ടാകുന്നത് ആ നന്മ അവരുടെ അച്ഛനും അമ്മയ്ക്കുമാണ്. അതുകൊണ്ടാണ് എല്ലാ അച്ഛനും അമ്മമാരും പറയുന്നത്, എൻ്റെ മകനുണ്ടായ പിന്നാണ് എനിക്ക് ഐശ്വര്യം ഉണ്ടായത്, എൻ്റെ മകളുണ്ടായ പിന്നാണ് എനിക്ക് ഐശ്വര്യം ഉണ്ടായി, എനിക്ക് വീടുണ്ടായി, സ്വത്തുണ്ടായി, കാറുണ്ടായി, ബിസിനസ് നന്നായി, അങ്ങനെയൊക്കെ പറയുന്നതായിട്ടുള്ളൊരവസ്ഥ. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, 33 വയസ്സ് വരെ നല്ല ഗ്രഹനിലയാണെങ്കിൽ, ഇപ്പോഴും പറയും നല്ല ഗ്രഹനിലയാണെങ്കിലും നല്ല രീതിയിലാണുള്ള ജനന സമയമെങ്കിലും അവർക്ക് 33 വയസ്സ് തൊട്ട് ഒരു 47 വയസ്സ് വരെയുള്ള സമയം ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതായിട്ടുള്ള സമയമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൂടെ ചെയ്യണം. അപ്പോൾ അശ്വതി നക്ഷത്രമാണെങ്കിലും ഭരണി നക്ഷത്രമാണെങ്കിലും ഏത് നക്ഷത്രമാണെങ്കിലും അതാത് വരുന്ന സന്ധിഘട്ടങ്ങളിൽ നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് കണ്ടെങ്കിലേ ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. സന്ധിക്ക് നാമം ജപിക്കണമെന്ന് പറഞ്ഞ ഒരു പരിഹാരമാണ്, അത് നമ്മൾ പുച്ഛിച്ചുകൊണ്ട് കാര്യമില്ല. അശ്വതി നക്ഷത്രത്തിൽ 33 വയസ്സ് വരെ നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ. 33 വയസ്സ് തൊട്ട് 47 വയസ്സ് വരെ അത്യുത്തമമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യൂ. നന്മയും ഉത്തമനുമായിട്ടുള്ള ഒരു ജ്യോത്സ്യന്റെ, നല്ല മനസ്സോട് ഉള്ള ഒരു ജ്യോത്സ്യനെ കണ്ടിട്ട് അതിന്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയമില്ല. അശ്വതിക്ക് അശ്വിനി ദേവതയുണ്ട് ഓരോരുത്തർക്കും. അശ്വിനി ദേവനെ പൂജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്രം പിന്നെ അശ്വതി ആയതുകൊണ്ട് കുതിരയാണ് അവരുടെ മൃഗം. കുതിരയെ പോലെ നിൽക്കുന്ന, ചാടിച്ചാടി നിൽക്കുന്ന ആയിട്ടുള്ളതാണ്. വൃക്ഷം കാഞ്ഞിരമാണ്. കാഞ്ഞിരമൊക്കെ വെച്ചു പിടിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ഗണം ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണല്ലോ, നാന്തരം നക്ഷത്രമാണ്. അതുപോലെ യോനി പുരുഷ യോനിയാണ്. പക്ഷി പുള്ളാണ്. ഭൂതം ഭൂമിയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിനൊത്ത രീതിക്കനുസരിച്ച് ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുക. അതൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ആചരിച്ച് കാണണം. ഇതൊക്കെ ആചാരങ്ങളാ. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരു അവിയൽ ഉണ്ടാക്കുന്നു, അത് നല്ല ടേസ്റ്റ് ചിലർ ഉണ്ടാക്കിയാലല്ലേ, അത് വേണ്ട രീതിയിൽ വേണ്ടപ്പെട്ട രീതിയിൽ നല്ലതായിട്ട് കൂട്ടി അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പാർ എന്ന് പറയാം. അല്ലാതെ സാമ്പാർ ഉണ്ടാക്കാം. ഉള്ള പച്ചക്കറി എല്ലാം അവിടെ കഷ്ണിച്ചിട്ട് സാമ്പാറിന്റെ പൊടി മേടിച്ചിട്ട് കഴിഞ്ഞ് ചൂടാക്കി എടുത്ത് അത് സാമ്പാറാ. നല്ല പായസം ഉണ്ടാക്കാം, മോശം പായസം ഉണ്ടാക്കാം, അല്ലേ? നെയ് കൂടുമ്പോൾ അധികമാണ് നല്ലതാണ് പായസം എന്ന് പറയാറുണ്ട്. പിന്നെ ദേവന് കൊടുക്കുന്ന പായസങ്ങൾക്ക് മറ്റു കാര്യത്തിനൊക്കെ കണക്കുകളുണ്ട്. കടുംപായസത്തിന് അളവുണ്ട്, ശർക്കര പായസത്തിന് അളവുണ്ട്, കൂട്ടുപായസത്തിന് അളവുണ്ട്, നെയ്പായസത്തിന് അളവുണ്ട്, അരവണയ്ക്ക് അളവെന്ന് ഇപ്പോൾ പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ ഇതെല്ലാം പറഞ്ഞതാണ്. 3/4% ശർക്കരയ്ക്കകത്ത് 1/4% പിന്നെ അരി വേവിച്ചെടുക്കുന്നതിനാണ് അരവണ എന്ന് പറയുന്നത്, അല്ലേ? അതവിടെ നടത്തിയിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് ഭഗവാൻ ഇഷ്ടം. ശബരിമല അയ്യപ്പൻ അല്ലെങ്കിൽ ശബരിമല ശാസ്താവിന് ഇഷ്ടം അതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ശാസ്താവിനൊക്കെ ഇഷ്ടം അതാണ്. ഭദ്രകാളിക്കൊക്കെ ഇഷ്ടം കടും പായസാണ്. എന്തേ എന്ന് പറഞ്ഞ പോലെ ആ ഭദ്രകാളിയൊക്കെ, അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഭദ്രകാളിയൊക്കെ പ്രസാദിപ്പിക്കുകയും അതത് പരിഹാരങ്ങൾ അതത് സമയത്ത് കണ്ടാൽ ഫലം സുനിച്ച സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ എൻ്റെ അശ്വതി നക്ഷത്രം സാറേ എൻ്റെ നാൾ ഒരു കാരണവശാലും കൊള്ളില്ല, നഷ്ടമാണ്, എനിക്ക് ബിസിനസ് ചെയ്ത നഷ്ടമാണ്, അത് ചെയ്ത നഷ്ടമാണ്, ഇത് ചെയ്ത നഷ്ടമാണ്. നിങ്ങളിപ്പോൾ അത്യാവശ്യം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോയി ചികിത്സ തരേണ്ട കാര്യം എന്താ? മിക്കവരൊക്കെ അമിതമായതിനു ശേഷം പോകത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ചൊക്കെ, ഒത്തിരി ഒന്നും വേണ്ട ഇതിനെ വിശ്വസിക്കാൻ. കുറച്ച് ഈശ്വരാധീനം, ഗുരുത്വം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാവിയിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം. അത് വാശിപ്പുറത്തും ഞാനതൊന്നും ചെയ്തു കളയത്തില്ല, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നവർ എൻ്റെ അടുക്ക് വരുന്നുണ്ട് കേട്ടോ. വെളിയിൽ പറയുന്നുണ്ടെങ്കിലും രഹസ്യമായിട്ട് ചെയ്താൽ മതി. ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷം, വൈദ്യം, മാന്ത്രികം, ഈ 3 കൂട്ട സാധനം രഹസ്യമായിട്ട് ചെയ്യണമെന്നാ. ജ്യോതിഷം ഒരിടത്ത് നോക്കാൻ പോവുകയാണെങ്കിൽ രഹസ്യമായിട്ടേ പോകാവൂ, സംശയമില്ലാത്ത കാര്യമാണ്. വൈദ്യം, ഒരു ഔഷധം നമ്മൾ ഉള്ളിൽ കഴിക്കുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ടേ ചെയ്യാവൂ. നമുക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, രഹസ്യമായിട്ട് വേണം ചെയ്യാൻ. അതിനൊക്കെ ആചാര്യന്മാർ പല ചിട്ടവട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാന്ത്രികം ചെയ്യുന്നത് രഹസ്യമായിട്ട് വേണം ചെയ്യാൻ.
ഒരു വീട് പണിയുന്നത് എന്തിനാ പിന്നെ ചട്ടക്കൂട് ഇട്ട് ഇങ്ങനെ പണിയുന്നത്? ഇന്ന് എല്ലാവരും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ ജൂവലറികളൊക്കെ പടുത്തുയർത്തോ? ഇല്ല, അത് മൊത്തം ഒരു പൊതിഞ്ഞുകൊണ്ടാണ് പണിയുന്നത്. എന്തിനാ? ഇതിനൊക്കെ കാര്യങ്ങളുണ്ട്. അശ്വതി നക്ഷത്രക്കാർ സങ്കടപ്പെടുകയും വേണ്ട, ധൈര്യമായിട്ടിരുന്നു. നന്മ തന്നെ ഉണ്ടാകും, സംശയമില്ലാത്ത പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും നന്മകൾ ജീവിതകാലം മൊത്തം പൊതുവായിട്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിശ്ചയമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.